കേരളത്തിന്റെ പഴയ നാട്ടുകഥകളിൽ ഒരു പേര് പലപ്പോഴും കേൾക്കാം: കുട്ടിച്ചാത്തൻ. ആ പേര് കേൾക്കുമ്പോൾ പലർക്കും ഭയം തോന്നും. ചിലർ അവനെ ദുഷ്ടശക്തിയായി കാണും, ചിലർ അവനെ സഹായിക്കുന്ന ആത്മാവായി വിശ്വസിക്കും. എന്നാൽ യഥാർത്ഥത്തിൽ കുട്ടിച്ചാത്തൻ ആരാണ്? കുട്ടിച്ചാത്തൻ കേരളത്തിലെ താന്ത്രിക വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ആത്മശക്തിയെന്നാണ് പരമ്പരാഗത ധാരണ. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലും മധ്യകേരളത്തിലെ ചില ഭാഗങ്ങളിലും ഈ വിശ്വാസം ശക്തമാണ്. കുട്ടിച്ചാത്തനെ സാധാരണയായി ഒരു ബാലന്റെ രൂപത്തിൽ കാണപ്പെടുന്ന അതിഭൗതിക ശക്തിയായി വിവരണം ചെയ്യുന്നു. ചാത്തൻ എന്ന പദം തന്നെ ഒരാത്മാവിനെയോ അദൃശ്യശക്തിയെയോ സൂചിപ്പിക്കുന്നു. കുട്ടിച്ചാത്തൻ എന്നത് ചെറിയ രൂപത്തിലുള്ള ഒരു ചാത്തൻ, അതായത് ബാലസ്വഭാവമുള്ള ഒരാത്മാവ്. പഴയ വിശ്വാസപ്രകാരം കുട്ടിച്ചാത്തൻ ഒരാളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ആത്മശക്തിയായിരുന്നു. ചില താന്ത്രികർ പ്രത്യേക മന്ത്രങ്ങളിലൂടെ കുട്ടിച്ചാത്തനെ നിയന്ത്രിക്കാമെന്ന് വിശ്വസിച്ചിരുന്നു. അങ്ങനെ നിയന്ത്രിച്ചാൽ അവൻ വീട്ടിൽ സമ്പത്ത് കൊണ്ടുവരും, ശത്രുക്കളെ ശിക്ഷിക്കും, ആവശ്യങ്ങൾ നിറവേറ്റും എന്നാളുകൾ കരുതിയിരുന്നു. എന്നാൽ ഈ വിശ്വാസങ്ങൾക്ക് മറുവശവുമുണ്ടായിരുന്നു. കുട്ടിച്ചാത്തൻ നിയന്ത്രണത്തിലില്ലാതായാൽ അവൻ ദോഷം ചെയ്യുമെന്ന് പറയപ്പെടുന്നു. ചെറിയ ശബ്ദങ്ങളുണ്ടാക്കുക, വസ്തുക്കൾ മാറ്റിവെക്കുക, കുട്ടികളെ പേടിപ്പിക്കുക, വീട്ടിൽ അസ്വസ്ഥത സൃഷ്ടിക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കുട്ടിച്ചാത്തനോട് ബന്ധിപ്പിച്ചിരുന്നതാണ്. ഇതെല്ലാം വിശ്വാസത്തിന്റെ ലോകത്താണ്. ചരിത്രപരമായ തെളിവുകൾ വളരെ കുറവാണ്. എന്നാൽ കേരളത്തിലെ ചില ക്ഷേത്രങ്ങളിലും കാവുകളിലും ചാത്തൻ കാവ് എന്ന പേരിൽ ആരാധന നടക്കുന്നുണ്ട്. അവിടെ കുട്ടിച്ചാത്തനെ ദൈവീക രൂപത്തിൽ കാണുന്നു. ഒരു പ്രധാന കാര്യം മനസ്സിലാക്കണം: കുട്ടിച്ചാത്തനെ മുഴുവനായി ദുഷ്ടനായി കാണുന്ന വിശ്വാസവുമുണ്ട്. പക്ഷെ ചിലർ അവനെ രക്ഷകനായും കാണുന്നു. അതായത് അവൻ സ്വഭാവത്തിൽ ദുഷ്ടനോ നല്ലവനോ അല്ല, അവനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ് നിർണായകം എന്നാണ് പരമ്പരാഗത ധാരണ. കുട്ടിച്ചാത്തനെക്കുറിച്ചുള്ള ഏറ്റവും പ്രശസ്തമായ കഥകളിലൊന്നു പറയുന്നത് ഇങ്ങനെയാണ്: ഒരു താന്ത്രികൻ തന്റെ ആവശ്യങ്ങൾക്ക് കുട്ടിച്ചാത്തനെ നിയന്ത്രിച്ചു. ആദ്യം എല്ലാം അവന്റെ അനുകൂലമായി നടന്നു. പക്ഷെ പിന്നീട് അവൻ കുട്ടിച്ചാത്തനെ മാനിക്കാതെ പെരുമാറി. അതിനുശേഷം അവന്റെ ജീവിതം പ്രശ്നങ്ങളാൽ നിറഞ്ഞു. ഈ കഥ പറയുന്നത് ഒരു സന്ദേശമാണ്: ശക്തികളെ കളിയാക്കരുത്. ഇതുപോലുള്ള കഥകൾ ജനങ്ങളിൽ ഒരു നൈതിക പാഠം നൽകാൻ ഉപയോഗിക്കപ്പെട്ടിരുന്നു. ലാഭലോഭം, അധികാരം, അനീതി ഇവയ്ക്കെതിരെ മുന്നറിയിപ്പായി കുട്ടിച്ചാത്തന്റെ കഥകൾ പറയപ്പെട്ടിരുന്നു. ചില ഗവേഷകർ പറയുന്നത് കുട്ടിച്ചാത്തൻ എന്ന ആശയം പഴയ ദ്രാവിഡ വിശ്വാസങ്ങളുടെയും പിന്നീട് വന്ന താന്ത്രിക പ്രഭാവങ്ങളുടെയും സംയോജനമായിരിക്കാമെന്നാണ്. ഗ്രാമീണ സമൂഹങ്ങളിൽ വിശദീകരിക്കാനാകാത്ത സംഭവങ്ങൾക്ക് ഒരു രൂപം നൽകാനായിരുന്നു ഇത്തരം ആത്മകഥകൾ രൂപപ്പെട്ടത്. സിനിമകളും ജനപ്രിയ കഥകളും കുട്ടിച്ചാത്തനെ പലപ്പോഴും അതിശയകരമായ ശക്തിയുള്ള ദുഷ്ടപ്രതിച്ഛായയായി അവതരിപ്പിച്ചു. പക്ഷെ പരമ്പരാഗത വിശ്വാസങ്ങളിൽ അവൻ അത്ര ലളിതമായ ഒരു വില്ലനല്ല. അപ്പോൾ കുട്ടിച്ചാത്തൻ വില്ലനോ ഹീറോയാ? ഫോക്നോർ പറയുന്നത് അവനൊരു ശക്തിയാണ്. ആ ശക്തി നല്ലതിനും ഉപയോഗിക്കാം, ദോഷത്തിനും ഉപയോഗിക്കാം. അതിനാൽ അവനെ ദൈവമോ ദുഷ്ടനോ എന്ന് ഒരു വശം വിധിക്കാൻ കഴിയില്ല. കുട്ടിച്ചാത്തന്റെ കഥകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മറ്റൊരു സത്യം കൂടിയാണ്: മനുഷ്യന്റെ ഭയം തന്നെയാണ് പലപ്പോഴും ആത്മാക്കളെ സൃഷ്ടിക്കുന്നത്. അജ്ഞാതത്തെക്കുറിച്ചുള്ള ഭയം ഒരു രൂപം കണ്ടെത്തുമ്പോൾ അതാണ് കുട്ടിച്ചാത്തൻ. ഇന്നും കേരളത്തിലെ ചില വീടുകളിൽ പഴയ തലമുറയിലെ ആളുകൾ കുട്ടിച്ചാത്തനെക്കുറിച്ച് മന്ദമായി സംസാരിക്കും. ചിലർ വിശ്വസിക്കും, ചിലർ ചിരിക്കും. പക്ഷെ ആ പേര് ഇന്നും ജീവിക്കുന്നു. കുട്ടിച്ചാത്തൻ ഒരു കഥാപാത്രം മാത്രമല്ല, കേരളത്തിന്റെ ജനവിശ്വാസങ്ങളുടെ ഭാഗമാണ്. ഭയവും വിശ്വാസവും ചേർന്നുണ്ടായ ഒരു പ്രതീകം. അവൻ വില്ലനോ ഹീറോയോ എന്നത് വിശ്വാസത്തിന്റെ കണ്ണുകളിലൂടെ മാത്രമേ കാണാൻ കഴിയൂ.